ഒരു ഐലൻഡിലേക്കാണ് കേട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, നമുക്ക് അന്യോന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കായലുകളും അതുപോലെ തന്നെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ വീഡിയോസിലൂടെയും മൊബൈലിലൂടെയും ടി വിയിലൂടെയാണ് ഇനി ഭാവി തലമുറയിൽ ഉള്ളവർ കാണാനുള്ളത്. അപ്പോൾ ഇതിനെ എല്ലാം മറികടന്നുകൊണ്ട് പൂവാർ ഐലൻഡ് നല്ല അടിപൊളി ഭംഗിയാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഐലൻഡിലേക്കാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പൂവാർ ഐലൻഡിന് എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് നമുക്കറിയണ്ടേ? തിരുവിതാംകൂറിലെ ഇതിഹാസ രാജാവായിട്ടുണ്ടായിരുന്ന മാർത്താണ്ഡവർമ്മ രാജാവ് സിംഹാസനം തിരിച്ചു നേടുന്നതിന് മുമ്പ് ഒരുപാട് ദിവസങ്ങൾ ഈ ഒരു നദിയുടെ തീരത്ത് സമയം ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ രാജാവ് ഇരിക്കുന്ന സമയത്ത് ഒരുപാട് പൂക്കൾ ആ നദിയിലൂടെ ഒഴുകി പോകുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പൂക്കളുടെ നദി എന്ന പേര് വരാനുള്ള കാരണം. അപ്പോൾ നല്ല പച്ചപ്പുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ് കേട്ടോ പൂവാർ ഐലൻഡ്.